ഓരോ പുതിയ വർഷങ്ങളും നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനർത്ഥം എന്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം അവസാനിച്ചിരിക്കുന്നു എന്ന, എന്റെ അവധിയിൽ നിന്ന് യജമാനനായ റബ്ബ് എനിക്ക് നൽകിയ സമയത്തിൽ നിന്ന് ഒരു വർഷം കൂടെ കൊഴിഞ്ഞുപോയിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അഥവാ ഇനി എനിക്ക് മരിക്കാൻ ഒരു 60 വയസ്സ് അല്ലാഹു തആല കണക്കാക്കിയ ഒരാൾ, ഈ സാധുവായ എനിക്ക് അല്ലാഹു തആല 60 വയസ്സ് വരെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വർഷം എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇനി എനിക്കെന്റെ മരണത്തിലേക്കുള്ള വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് മരിക്കാൻ 30-31 വർഷമേ ബാക്കിയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെയെങ്കിലും പറഞ്ഞത്. പക്ഷേ സമയം എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എന്റെ ആയുസ്സിൽ നിന്ന് എനിക്ക് മരിക്കാനുള്ള സമയത്തിൽ നിന്ന് എന്റെ സമയം തീർന്നു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിന് നമ്മൾ ആരാണ് ആഘോഷിക്കാറുള്ളത്? ഞാൻ ഒരു പുതിയ ന്യൂ ഇയർ വരുമ്പോൾ, പുതുവത്സരം വരുമ്പോൾ പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, ആഘോഷിക്കുന്നവരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. ഞാൻ മരിക്കാൻ സമയമാകുന്നതിന് ആഘോഷിക്കുകയോ എന്റെ മരണത്തിന്റെ സമയം എന്നിലേക്ക് അടുത്തു വരുന്നതിന് ആഘോഷിക്കുന്നത് ബുദ്ധിയാണോ? എന്റെ വളരെ ചുരുങ്ങിയ കാലം, ഇന്നൽ ഇൻസാന ഇദാ വുലിദ, അതേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, അദ്ദന വഖീമ ഫീ ഉദ്നിഹി. അതേ ഒരു മനുഷ്യൻ, ഒരു കുട്ടി ജനിച്ചാൽ അവന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നു, ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നു. പക്ഷേ ഫലമ്മാ യമൂതു ലാ അദാൻ വലാ ഇഖാമ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ മയ്യിത്ത് മുമ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ബാങ്കും ഇഖാമത്തും കൊടുക്കാറില്ലല്ലോ. അതാണ് അവനെ മരിച്ചാൽ ബാങ്കും ഇഖാമത്തുമില്ല. മയ്യിത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തുമില്ല. ഫമഅനഹു, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അന്ന ഉംറഹു ഖലീൽ കമാ ബൈനൽ ഇഖാമത്തി വൽ അദാൻ. എന്താണ് സൂചിപ്പിക്കുന്നത്? പള്ളിയുമായി പരിചയമുള്ള പുരുഷന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാർക്ക് മനസ്സിലാകും. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ വളരെ ചുരുങ്ങിയ സമയമേ നിസ്കരിക്കാനുള്ളൂ. ബാങ്ക് കൊടുത്താൽ പിന്നെ വളരെ കുറച്ചു സമയമേ ഇഖാമത്തിനുള്ളൂ. ഇഖാമത്തും കൊടുത്താൽ പിന്നെ പെട്ടെന്ന് മിഹ്റാബിലേക്ക് കയറി നിൽക്കുകയാണ്, പെട്ടെന്ന് നിസ്കരിക്കാൻ കയറുന്നു. ആ അത്രയും തുച്ഛമായ സമയമേ മനുഷ്യന് ദുനിയാവിൽ ബാക്കിയുള്ളൂ. അവന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കപ്പെട്ടുപോയി, അവന്റെ ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കപ്പെട്ടുപോയി. ഇനി ഇമാം മിഹ്റാബിലേക്ക് കയറിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്ന ചെറിയൊരു സമയം, ആ സമയം മാത്രമേ മനുഷ്യന് ഭൂമിയിൽ സമയമുള്ളൂ. അത്രയും നിസാരമായ കുറഞ്ഞ കാലം, ആ കുറഞ്ഞ കാലം ജീവിക്കുന്ന മനുഷ്യൻ എനിക്ക് അല്ലാഹു തആല തന്ന ആയുസ്സിൽ നിന്ന് ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ, ഒരു പുതിയ വർഷം എന്നിലേക്ക് കടന്നു വരുമ്പോൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? എന്റെ മരണത്തിൽ ആഘോഷിക്കുകയാണോ വേണ്ടത്?
ഞാൻ മരിക്കാനായതിന് അവൻ ആഹ്ലാദിക്കുകയാണോ വേണ്ടത്? ഇവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്? വളരെ കുറഞ്ഞ കാലമാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഇനിയോ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇതിനേക്കാൾ മോശമായ വർഷമാണ് ഇനി വരാനുള്ളത്. നമ്മളെ മക്കൾ ചീത്തയായി പോകുമ്പോൾ, ഓരോ ദിവസവും ഓരോ അപകടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, സ്വന്തം വാപ്പയുടെ മുമ്പിൽ കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്ത കാലം വരുമ്പോൾ, അധ്യാപകന്മാരെ മുമ്പിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റാത്ത കാലം വരുമ്പോൾ, അതാ നല്ല കുടുംബത്തിലെ കുട്ടികൾ പോലും വഴിവിട്ടു പോകുമ്പോൾ, നല്ല സുന്ദരിയായ ഭാര്യ വീട്ടിലുള്ളപ്പോൾ തന്നെ പുരുഷന്മാര് വഴിതെറ്റി പോകുമ്പോൾ, നല്ല ആരോഗ്യ ദൃഢഗാത്രയായ പുരുഷന്മാര് കൂടെയുള്ളപ്പോൾ തന്നെ ഭാര്യമാര് വഴിതെറ്റി പോകുമ്പോൾ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ അപകടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തേ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ബഹുമാനായ ഇബ്രാഹിം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അതാ സ്വഹാബത്ത് വന്നിട്ട്, പല പണ്ഡിതന്മാര് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ മാലിക് തങ്ങളെ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന രാജാവ് ഇസ്ലാമിക ഭരണാധികാരികളിൽ പെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ അക്രമം അഴിച്ചുവിട്ടവനാണ്. വലിയ ആലിമീങ്ങളെ കൊന്നൊടുക്കിയവനാണ്. വലിയ വലിയ പണ്ഡിതന്മാരെ ചാട്ടവാറ് കൊണ്ടടിച്ചവനാണ്. വലിയ പണ്ഡിതന്മാരെ വീട്ടുതലങ്ങളിൽ വെച്ചവനാണ്. അങ്ങനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന രാജാവ് പണ്ഡിതന്മാർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പണ്ഡിതന്മാര് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഫസഖൗനാ ഇലൈഹി, ഞങ്ങൾ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പരാതിപ്പെട്ടു. എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ പരാതിപ്പെട്ടത്? ഹജ്ജാജ് ഇബ്നു യൂസുഫിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചില്ലറക്കാരനല്ല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ചില്ലറക്കാരനല്ല, സ്വഹാബക്കളിൽ പ്രമുഖനാണ്. ആ മാനവറുകൾ പറയുകയാണ്, ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇസ്ബിറൂ, ക്ഷമിച്ചോളൂ സ്വഹാബാ, ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറുൻ മിൻ, അതേ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ദിവസം ഇതിനേക്കാൾ നല്ല ഒരു ദിവസം ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഇന്ന് നിങ്ങൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമില്ലേ, ആ ദിവസത്തെക്കാൾ നല്ലൊരു ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയൂല. ഹത്താ തൽഖൂ റബ്ബക്കും സമിഅതുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അല്ലാഹനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ജീവിക്കുന്ന ദിവസത്തെക്കാൾ നല്ല ഒരു ദിവസം ഇനി വരൂല. അഥവാ ഇന്നത്തെക്കാൾ മോശമായിരിക്കും നാളെ, നാളത്തെക്കാൾ മോശമായിരിക്കും മറ്റന്നാൾ, അതിനേക്കാൾ മോശമായിരിക്കും അതിന് വിദ്യ ദിവസം വരുന്നത്. ഈ വർഷത്തെക്കാൾ മോശമാകും അടുത്ത വർഷം, ആ വർഷത്തെക്കാൾ മോശമാകും പിന്നീട് വരുന്ന വർഷം. അങ്ങനെ ഒന്നിനു പിറകെ മോശമായ മാസമല്ലാതെ വർഷമല്ലാതെ ദിവസമല്ലാതെ ഇനി വരാനില്ല. അപ്പൊ
തെറ്റുകൾ കൂടിക്കൂടി വരും, വ്യഭിചാരം വർദ്ധിച്ചു വരും, അക്രമങ്ങൾ വർദ്ധിച്ചു വരും, ഭരണാധികാരികൾ നമുക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരും. ചിലപ്പോൾ അത് മുത്തലാഖിന്റെ രൂപത്തിലാവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും നിയമങ്ങളുടെ ഭാഗധേയത്വമാവാം, ചിലപ്പോൾ മുസ്ലിമീങ്ങളെ നാടുകടത്തലാവാം. അഥവാ ഇന്നു കിട്ടിയതിനേക്കാൾ വലിയ സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷവും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അപ്പൊ ഇന്നുള്ളതിനേക്കാൾ മോശമായ ദിവസമാണ് നാളെ വരാനുള്ളത്. അപ്പൊ മോശം ദിവസം വന്നാൽ ആഘോഷിക്കുകയാണോ വേണ്ടത്? മോശം ദിവസം വരുമ്പോ ദുഃഖിക്കുകയല്ലേ വേണ്ടത്? പടച്ചോനെ, ഒരു നല്ല ദിവസം കൂടെ കഴിഞ്ഞുപോയി, ഇനി ഇത്ര നല്ല ദിവസം വേറെ കിട്ടാനില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? അതോടൊപ്പം വിചിന്തനം നടത്തുകയല്ലേ വേണ്ടത്? പടച്ചവനെ, എന്റെ വർഷമാണല്ലോ ഈ നഷ്ടപ്പെട്ടു പോയത്, എന്റെ വയസ്സാണല്ലോ ഈ കുറഞ്ഞു പോയത്, ഞാനിതാ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിഷമിക്കുകയല്ലേ വേണ്ടത്? അല്ലാഹു നമുക്കൊക്കെ സൽബുദ്ധി തരട്ടെ. നമ്മൾ ന്യൂ ഇയർ കേൾക്കാറുള്ള ജനുവരിയിലാണ്. പക്ഷേ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ന്യൂ ഇയർ മുഹറം മാസമാണ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ അതേ ന്യൂ ഇയറായി ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ന്യൂ ഇയറായി പ്രഖ്യാപിക്കുന്നത്. ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്കും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. എന്നാൽ ഭൂമി ലോകത്തിന്റെ തുടക്കം മുതൽ അല്ലാഹു തആല ഭൂമിയെ പടച്ചത് മുതൽ തന്നെ 12 മാസങ്ങളിലായിട്ടാണ് അല്ലാഹു തആല രൂപകൽപ്പന ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറൂം ദാലിക ദീനുൽ ഖയ്യിം. അതേ വിശാലമായ ആയത്തിലേക്കും വിശാലമായ ചർച്ചയിലേക്കൊന്നും ഞാൻ കടക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അതേ, നിങ്ങൾക്ക് അല്ലാഹു തആല ഭൂമി ലോകത്തെ പടച്ച അന്നു മുതൽ ഇന്ന് വരെ 12 മാസങ്ങൾ തന്നെയാണ്. അതിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിജ്റ നടന്നത് ഹിജ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. എന്നാൽ ഹിജ്റ നടന്നത് എന്നാണ്? റബീഉൽ അവ്വലിലാണ്. പക്ഷേ അല്ലാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാര് സ്വഹാബത്ത് അവര് ഒരുമിച്ച് കൂടിയിരുന്ന് തീരുമാനിച്ചു മുഹറമിനെയാണ് ഒന്നാമതാക്കാൻ നല്ലത്. കാരണം ജനങ്ങൾ മുഴുവനും ഹജ്ജ് കർമ്മം ചെയ്ത് മടങ്ങി വരുന്ന കാലമാണത്. മനുഷ്യന്മാരൊക്കെ ആത്മീയമായ ശുദ്ധി കലശം നടത്തി മനസ്സിനെ സ്ഫുടം ചെയ്ത് ഒരു പുതിയ കാലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഹിജ്റ വർഷത്തെ ആസ്പദമാക്കേണ്ടത് മുഹറമിനെയാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ സ്വഹാബത്ത് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തീരുമാനിച്ചതിന് അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഹറം മാസത്തെ ഒന്നാമതായി തെരഞ്ഞെടുക്കുന്നത്. മുഹറം എന്ന് പേര് ലഭിക്കാൻ തന്നെ കാരണം ആ മാസത്തിൽ മുഹറം മാസം യുദ്ധം ഹറാമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ്. യുദ്ധം ഹറാമായ ഒരുപാട് മാസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസം യുദ്ധം ഹറാമായ മാസമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. പ്രിയപ്പെട്ട ഉമ്മമാരെ, അപ്പോൾ ജീവിതത്തിൽ നമ്മളെ ഒരു ആയുസ്സാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധമാണ് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ പണ്ഡിതന്മാര് ധാരാളം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം.
മുഹറം മാസം ഇബാദത്തിന് ഏറ്റവും നല്ല മാസമാണ്. മറ്റു പല മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അന്നഹൽ അശ്റുൽ അവൈലു മിനൽ മുഹറം. അതേ വൽഫദിറിന്റെ തഫ്സീറിൽ തന്നെ കാണാം. നേരത്തെ ദുൽഹിജ്ജ മാസത്തിൽ പല മുഫസ്സിരീങ്ങളും പറഞ്ഞു ദുൽഹിജ്ജ 10 ദിവസമാണത്. എന്നാൽ ചില പണ്ഡിതന്മാര് പറയുന്നു അതേ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസമാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് ഹദീസിൽ കാണാം ജഅലഹുല്ലാഹു കഫാറതൻ 50 സന. ആരെങ്കിലും മുഹറം 1 അന്ന് ആരെങ്കിലും ഒരാൾ നോമ്പെടുത്താൽ, മുഹറം 1 ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്, ആ മുഹറം 1 ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ അതേ പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മുഹറം 1 ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കഫാറത്ത് 50 സന, 50 വർഷക്കാലം അവന്റെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ കുറ്റങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മുഹറം 1 ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ആ നോമ്പ് കാരണം അവൻ അല്ലാഹു തആല നൽകുന്ന പ്രത്യേകതയാണ് 50 വർഷക്കാലം ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവന് മോചനമാണ്, അതിന് പ്രായശ്ചിത്തമാണ്. പിന്നെയോ വസൗമ യൗമിൽ മുഹറമി ബിസ്സൗമി 30 യൗമാ. മുഹറം മാസത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ, മുഹറം മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് 30 യൗമാ. അവന്റെ ഓരോ നോമ്പും അതേ 30 നോമ്പിന് തുല്യമാണ്. ഒരു നോമ്പെടുത്താൽ അതിനു പകരം 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വസൗമ യൗമിൽ മുഹറമി ബിസൗമി 30 യൗമാ. മുഹറം മാസത്തിലെ ഓരോ നോമ്പിനും അല്ലാഹു തആല നൽകുന്ന പവർ, അത് 30 നോമ്പിന്റെ മഹത്വമാണ്. പിന്നെയോ മുഹറം 9ഉം 10ഉം നമ്മൾ വളരെ മഹത്വത്തോടുകൂടി കാണുന്ന ദിവസമാണ്. അതേ സൗമൽ ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ സ്വാമ അയ്യാമൽ അശ്രി ഇലാ അശൂറാ ഔറതൽ ഫിർദൗസൽ ഉലാ അൽ അലാ. മഹാമഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അയ്യാമുൽ ഹസ്ർ വരെ മുഹറം 1 മുതൽ അതേ ഒരാൾ 10 വരെ നോമ്പനുഷ്ഠിച്ചാൽ, അത് യൗമുൽ അശ്ർ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസമാണ്. അത് മുതൽ ആശൂറാന്റെ ദിവസം വരെ മുഹറം 10 വരെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔറതൽ ഫിർദൗസൽ അഅ്ലാ, ഏറ്റവും ഉന്നതമായ മഹത്വമായ ഫിർദൗസ് സ്വർഗ്ഗലോകം അവന് നിർബന്ധമായി പോയി. ഫിർദൗസുൽ അഅ്ലാ അവൻ സ്വന്തമാക്കി പോയി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുഹറം 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ ഓരോ നോമ്പിനും 30 വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ നോമ്പിനും അല്ലാഹു തആല നൽകുന്ന കൂലി, ഓരോ നോമ്പിനും 30 നോമ്പിന്റെ കൂലിയാണ്. 1ാമത്തെ ദിവസം നോമ്പെടുത്താൽ 50 കൊല്ലത്തെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, പകരമാണ്. ഇനി 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ അതേ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ അഅ്ലാ, ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം അവൻ നിർബന്ധമാക്കി പോയി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ,
നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അത്തരം സുന്നത്തു നോമ്പുകൾ മുറുകെ പിടിക്കണം. ഇനി വരാനിരിക്കുന്ന ഒരു വർഷക്കാലം പടച്ചവനെ എനിക്ക് ദീർഘായുസ്സുണ്ടാകണം, എനിക്ക് ആഫിയത്തുണ്ടാകണം, എന്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടണം. അടുത്ത വർഷത്തിൽ ഇനി ഒരു പ്രളയം ഞങ്ങളുടെ നാട്ടിലേക്ക് വരരുത്, ഒരു വെള്ളക്ഷാമവും ഞങ്ങളുടെ നാട്ടിലേക്ക് വരരുത്, ഒരു പ്രകൃതി ദുരന്തവും ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരരുത്. അങ്ങനെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അതേ ഒന്നാമത്തെ ദിവസം മുതൽ, ഈ പുതിയ വർഷത്തിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഒരു 10 ദിവസമെങ്കിലും നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ ഓൽക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം ചിലപ്പോ സമ്മതിച്ചെന്നു വരില്ല, നമ്മൾ ആരോഗ്യം നമ്മൾ വിചാരിക്കും പോലെയൊന്നും നടന്നു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത് നിർവഹിക്കണം, ആരോഗ്യമുള്ള സമയത്ത് നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് നോമ്പ് പോലെയുള്ള ആരോഗ്യമുള്ള സമയത്ത് മാത്രം കഴിയുന്ന ആരാധനകൾ നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് അല്ലാഹു തആല പറയുകയാണ്, വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാനവകൾ അതേ അവിടുന്ന് കൽപ്പിക്കുന്നതായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതാ അല്ലാഹു തആല കൽപ്പിക്കുന്നു, ഓ പ്രിയപ്പെട്ട നബിയേ, നിങ്ങളെ ഉമ്മത്തിനോട് നിങ്ങൾ പറയണോ, മുഹറം മാസത്തിലെ ആദ്യ ദിനം എന്നോട് തൗബ ചെയ്യാൻ നിങ്ങളെ ജനങ്ങളോട് കൽപ്പിക്കൂ നബിയേ. മുർ ഖൗമക യതൂബു ഇലല്ലാഹി ഇലയ്യ ഫീ അവ്വലി അശ്രി മുഹറം. ഓ പ്രിയപ്പെട്ട നബിയേ, അങ്ങയുടെ സമൂഹത്തോട് നിങ്ങൾ കൽപ്പിക്കണം, മുഹറം 1 അന്ന് മുതൽ എന്നോട് തൗബ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കണം. തെറ്റുകളിൽ നിന്ന് പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങാൻ വേണ്ടി നിങ്ങൾ കൽപ്പിക്കണം. ഫൽയഖ്റുജൂ ഇലയ്യ അഗ്ഫിർ ലഹു. അങ്ങനെ എന്നോട് അവർ പൊറുക്കലിനെ തേടിയാൽ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കും നബിയേ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബഹുമാനപ്പെട്ട റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, അതേ മുഹറം 1 മുതൽ എന്നോട് തൗബ ചെയ്യാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ, പശ്ചാത്തപിച്ചു മടങ്ങാൻ അവരോട് കൽപ്പിക്കൂ നബിയേ. എന്നാൽ മുഹറം 10 ആകുമ്പോഴേക്ക് ഞാൻ അവരെ തൗബ സ്വീകരിച്ച് അവരെ തിന്മകളിൽ നിന്നും മടക്കിയെടുത്ത് അവരെ നന്മയിൽ അടുപ്പിക്കാം നബിയേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ മുഹറം 9-നും 10-ന്റെയും ദിവസം ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ, മദീനയിലേക്ക് സ്വഹാബത്തും നബിതങ്ങളും എത്തിയപ്പോൾ അതാ ആശുറാന്റെ ദിവസം, അതേ 9-ന്റെയും അതുപോലെ തന്നെ 10-ന്റെയും ദിവസം പല ആളുകളും 10-ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നു. ആശുറാന്റെ 10-ന്റെ അന്നത്തെ നോമ്പനുഷ്ഠിക്കുന്നതായി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ നബിയേ, പ്രിയപ്പെട്ട നബിയേ, ഇന്നഹു യൗമൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസാറാ, ഈ ദിവസം ജൂതന്മാരും യഹൂദാക്കളും അവരൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്ന ദിവസമാണ് നബിയേ. അതേ മുഹറം 10-ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അന്നത്തെ ദിവസം ജൂതന്മാരും നസ്രാനികളുമൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ദിവസമാണ് നബിയേ.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫഇദാ കാനൽ ആമുൽ മുഖ്ബിലു സുംനാ യൗമത്താസി, അടുത്ത വർഷമെങ്ങാനും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അടുത്ത വർഷം ഞാൻ ഈ ഭൂമി ലോകത്ത് ഹയാത്തിൽ ഉണ്ടാകുമെങ്കിൽ ഞാൻ 9-ന്റെ അന്നും കൂടെ നോമ്പനുഷ്ഠിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ഈ സമയം വരുമ്പോൾ, മുഹറം വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടെന്നതാ ജനങ്ങളോട് പറയുകയാണ്, ഖാലിഫുൽ യഹൂദ വന്നസാറാ വസൂമു അത്താസിഅ വൽ ആസിറാ. ഓ പ്രിയപ്പെട്ട സ്വഹാബത്തെ, നിങ്ങളതാ നിർബന്ധമായോ മുഹറം 10-നോട് 10-ൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ 9-ന്റെ അന്നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് നിങ്ങൾ എതിരാകണം നബിയേ, നിങ്ങൾ ജൂതന്മാരോട് നിങ്ങൾ എതിരാകണം സ്വഹാബാ. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്നതാ ഈ നോമ്പുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് മഹാന്മാരെ മുഴുവനും ഓർമ്മപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയാണ് 9-ന്റെ അന്നൊരു നോമ്പ് സുന്നത്താക്കിയത്, അല്ലെങ്കിൽ 11-ന്റെ അന്നൊരു നോമ്പ് സുന്നത്താക്കിയത്? ജൂതന്മാരോടും നസ്രാനികളോടും നിങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ പോലും നിങ്ങൾക്ക് യോജിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ മുൻപ് പല സമയങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരിക്കലും തന്നെ ജൂതന്മാരോട് നമ്മൾ യോജിക്കരുത്, നമ്മൾ ഡ്രസ് കോഡിൽ യോജിക്കരുത്, നമ്മളെ ഭക്ഷണ പാനീയങ്ങളിൽ യോജിക്കരുത്, നമ്മുടെ സംസാരങ്ങളിൽ യോജിക്കരുത്, നമ്മുടെ വസ്ത്രധാരണകളിൽ യോജിക്കാൻ പാടില്ല, നമ്മുടെ മുടിയിൽ യോജിക്കാൻ പാടില്ല. ജൂതന്മാരതിനു വേണ്ടിയല്ലേ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതല്ലേ ഏത് വിഷയങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക് നഴ്സറികൾ അല്ലെങ്കിൽ LKGകളും UKGകളും അതുപോലെ സഹറത്തുൽ ഖുർആനും ഒക്കെ ഉത്ഭവിക്കാനുള്ള കാരണം? അതിന്റെ പിന്നിലും പാശ്ചാത്യന്മാരെ ചില കണ്ണുകളുണ്ട്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ജൂതായിസം വളർത്തേണ്ടത്, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ ഇച്ഛാശക്തിയെ നശിപ്പിക്കേണ്ടത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്, അതിന്റെ ചർച്ചകൾ നടക്കുന്നത് എവിടെയാണ്? അതേ മറ്റു പല രാജ്യങ്ങളിലുമാണ്. അങ്ങനെ ഉണ്ടായ ചില ചർച്ചകളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ചരിത്രപരമായി വലിയ മാന്യമായി ജീവിക്കുന്നത്? അവർക്ക് മതപഠനം ലഭിക്കുന്നുണ്ട്. അവർക്ക് മതപഠനം ലഭിക്കുന്നുണ്ട്. ആ മതപഠനത്തെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് അവർ പഠനം നടത്തിയപ്പോൾ മദ്രസ പഠനം നശിപ്പിക്കണമെന്ന ചിന്തയിലേക്കാണ് അവർ മടങ്ങി വരുന്നത്. മദ്രസ പഠനം നശിപ്പിക്കണം. അങ്ങനെയാണ് ഇംഗ്ലീഷ് മീഡിയങ്ങൾ വരുന്നതെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അതിനു ചില ബദൽ സംവിധാനങ്ങൾ, അതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പല സ്ഥാപനങ്ങളിലും LKGയും UKGയും സഹറത്തുൽ ഖുർആനും തിബിയാനും ഒക്കെ തുടങ്ങാനുള്ള കാരണം. അതിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം, അതോടൊപ്പം നമുക്ക് ഈ വിശുദ്ധ ഖുർആനും പഠിക്കണം. അങ്ങനെ മതപഠനം നൽകാൻ കഴിയണം. ഇതുപോലെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് പലപ്പോഴും പല മതങ്ങളും കടന്നു വരുന്നു. അതിന്റെ ഭാഗമാണ് ബർത്ത്ഡേ
ചടങ്ങുകൾ, അതിന്റെ ഭാഗമാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾ, അതിന്റെ ഭാഗമാണ് അതേ ക്രിസ്മസ് ആഘോഷങ്ങൾ. അങ്ങനെ പല മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ മതത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ വിശുദ്ധ ഇസ്ലാം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം കേട്ടോ. വസൂമുത്താസിയ വൽ ആസിറ, നിങ്ങൾ 9-നും 10-നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ. നല്ല കാര്യങ്ങളിൽ പോലും നിങ്ങൾ ജൂതന്മാരോട് യോജിക്കാൻ പാടില്ല. നോമ്പ് എന്ന പവിത്രമായ കാര്യത്തിന്റെ പേരിൽ പോലും നിങ്ങൾ നസ്രാനികളോട് യോജിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഒരു ദിവസം 5 നേരം നിസ്കാരം തഹ്രീമിന്റെ കറാഹത്താന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരം വലിയ കൂലിയുള്ള കാര്യമാണ്. പക്ഷേ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ നിങ്ങൾ 5 സമയങ്ങൾ നിസ്കരിക്കരുത്. ആ സമയത്ത് ജൂതന്മാർ നിസ്കരിക്കുന്ന സമയം, മജൂസികൾ തീയാരാധനക്കാർ നിസ്കരിക്കുന്ന സമയം, ആ സമയം നിങ്ങൾ ഇബാദത്തിൽ അവരോട് യോജിച്ചു വരരുത്. അതേ സൂറത്തുൽ ഫലക്കിന്റെ തഫ്സീറിൽ അവിടുന്ന് കാണാം, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ സൂറത്തു ഇഖ്ലാസ് സൂറത്തും മുഅവ്വിദതൈനിയും ഓതി, ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി, 2 കൈയിലും ഊതിയിട്ട് തടവിക്കിടക്കുമെന്ന് പറയുന്നതിന് പകരം അവിടെ കാണാം ഊതിയിട്ട് അതാ പിന്നെ ഓതി എന്നാണ് ഹദീസിൽ കാണുന്നത്. ആദ്യം ഊതി പിന്നെ ഓതി എന്നാണ് നമ്മളെ 7ാം ക്ലാസ്സിലൊക്കെ തസ്കിയയിൽ കാണാം ഹദീസ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സിഹിർ ചെയ്ത ആളുകൾ, അവര് സിഹിർ ചെയ്തിട്ടല്ലേ ഊതിയത്, അവര് ശേഷം ഊതിയതാണല്ലോ. അപ്പോ ആ വിഷയത്തിൽ പോലും അവരോട് യോജിച്ചുകൂടാ. അതുകൊണ്ട് ആദ്യം ഊതിയിട്ട് പിന്നെയാണ് ഓതിയത്, പിന്നെയാണ് തടവിയത് എന്ന് കാണുന്നു. എന്ന് വെച്ചാൽ ജൂതന്മാരോട് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്തതെങ്കിലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഒരു വിഷയത്തിലും നമ്മൾ ജൂതന്മാരോട് യോജിക്കാൻ പാടില്ല. നമ്മളെ മക്കളെ മുടിയിൽ യോജിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, മുൻപ് ആൺകുട്ടികളെ മുടിയായിരുന്നു വലിയ പ്രശ്നം സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ അത് അങ്ങനെ തന്നെ തുടരുന്നതോടൊപ്പം പെൺകുട്ടികളും മുടിയതാ പല ഭാഗങ്ങളിലും കട്ടു ചെയ്യുന്നു. പുതിയ പുതിയ ട്രെൻഡുകൾ, മോഡലുകൾ കടന്നു വരുന്നു. പിരികങ്ങൾ പോലും പ്ലക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പച്ച കുത്തുന്നു, പല ഭാഗങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നു. മൂക്ക് കുത്തുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും കടന്നു വരുന്നു. ഹറാമു തന്നെ. അങ്ങനെ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ കുടുംബത്തിലേക്ക്, മുസ്ലിം കുടുംബത്തിലേക്ക് കടന്നു വരാൻ അനുവദിച്ചുകൂടാ. ഒരു കല്യാണം വരുമ്പോൾ കല്യാണത്തിന്റെ വീട്ടിൽ അതാ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അതൊരു മോഡലല്ലാതെ പോകുന്നു, അത് കുറച്ചിലായി മാറുന്നു. ആണും പെണ്ണും മിങ്കിളായിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ, സ്റ്റേജിൽ കയറ്റി അവളെ ഒന്ന് ഇരുത്തിയില്ലെങ്കിൽ, ചങ്ങാതിമാരെ കൂട്ടുകാരെ കൂടെ ഇരുത്തിയിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവർ പയഞ്ചനായി പോകുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട കാലത്ത് ഉമ്മമാരെ, നമ്മൾ നാട്ടുകാരോട് വഅ്ള് പറയുന്നതിന് പകരം നമ്മളെ കുടുംബം രക്ഷിച്ചേ പറ്റൂ. 2 വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മദീനയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, മാ ബാലു ഹാദൽ യൗം,
പല ആളുകളും നോമ്പിലാണ്. ആ സമയത്ത് ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് പറഞ്ഞു, നബിയേ, സ്വഹാബത്തേ, യൗമുൻ അൻജല്ലാഹു ഫീഹി മൂസാ വഅഗ്റക ബനീ ഇസ്രായീൽ. എന്തുകൊണ്ടാണ് ജൂതന്മാര് നോമ്പനുഷ്ഠിക്കുന്നത്? ഇന്ന് അവരുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ മൂസാ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫിർഔനിനെ അതാ വെള്ളത്തിൽ മുക്കിക്കൊന്ന ദിവസമാണ്. അതിൽ അവര് ആഘോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അവര് നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വനഹ്നു അഹഖു ബിമൂസാ, ജൂതന്മാരെക്കാൾ എനിക്കല്ലേ, ഞങ്ങൾക്കല്ലേ, നമുക്കല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബന്ധമുള്ളത്. ജൂതന്മാർ മൂസാ നബിയുടെ ആശയങ്ങളിൽ കളങ്കം ചേർത്തവരാണ്. അവർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മതത്തെ, ചിട്ടപ്പെടുത്തിയ മതത്തെ കളങ്കം തീർത്തവരാണ്. അവർ അതിൽ കടത്തിക്കൂട്ടിയവരാണ്. അവര് മൂസാ നബിയുടെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചവരാണ്. അവര് മൂസാ നബിയെ ഒറ്റയ്ക്ക് യുദ്ധത്തിന് വിട്ടവരാണ്. അവരെക്കാൾ വലിയ ബന്ധമുള്ളത് നമുക്ക് തന്നെ. നമുക്കല്ലേ മൂസാ നബിയോട് ധാരാളം ബന്ധമുള്ളത്. അതുകൊണ്ട് നമ്മളാണ് നോമ്പെടുക്കേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കതബല്ലാഹു ലഹു ഇബാദത്ത് 60 സനാ. അതേ 60 വർഷക്കാലം ഒരാൾ ഇബാദത്തെടുത്ത പ്രതിഫലമുണ്ട്. സിയാമ അയ്യാമിഹാ, ആ 60 ദിവസവും നോമ്പെടുത്ത കൂലിയാണ്. 60 വർഷവും നോമ്പെടുത്ത കൂലിയാണ്. വഖിയാമു ലയാലിഹാ, ആ 60 വർഷവും രാത്രിയിൽ നിന്ന് നിസ്കരിച്ച കൂലി ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിന് പകരം ലഭിക്കുമെന്ന് സയ്യിദുൽ വുജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 നോമ്പെടുത്താൽ അതിന് ലഭിക്കാനിരിക്കുന്ന മഹത്വം എത്രയാണ്? ആ മഹത്വം 60 വർഷക്കാലം നോമ്പെടുത്ത കൂലി, 60 വർഷം നിന്നു നിസ്കരിച്ച കൂലി, ഇത് മുഴുവനും അല്ലാഹു തആല നിങ്ങൾക്ക് തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, വകഅന്നമാ ഹജ്ജ വഅതമറ 70 മറ. ഈ മുഹറം 10-നെങ്ങാനും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ 70 ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 70 ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. മുഹറം 10-നെങ്ങാനും ഒരാൾ നോമ്പെടുത്താൽ മാത്രമല്ല, ഒരു വർഷക്കാലം അല്ല, 60 വർഷക്കാലം രാത്രിയിൽ മുഴുവനും നിന്നു നിസ്കരിച്ച കൂലിയും പകലിൽ മുഴുവനും നോമ്പെടുത്ത കൂലിയോ ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുന്നു. ആ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാർ, ഉമ്മമാർ, ഓൺലൈനിലും വാട്സപ്പിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതൊരു വല്ലാത്തൊരു ആവേശമായി ഏറ്റെടുക്കാൻ കഴിയണം. കഴിയുന്ന പരമാവധി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. അതിൽ ഇത്തരം മഹത്വമുള്ള നോമ്പുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അനുഷ്ഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര് തയ്യാറാകണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനിയും പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ധാരാളം ഹദീസുകൾ കാണാം. അതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫസൂമു, നിങ്ങൾ ആ മുഹറം 9-ന്റെ അന്ന്, മുഹറം 10-ന്റെ അന്ന് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. അതുപോലെ തന്നെ വവസ്സിഉ ഫീഹി അലാ ഇയാലിക്കും,
അന്നത്തെ ദിവസം നിങ്ങൾ ഭക്ഷണത്തിൽ, നിങ്ങളെ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യണോ? എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് അന്ന് രാത്രി ഉണ്ടാക്കിയാൽ പോരാ, അന്ന് നമ്മളെ മക്കൾക്കൊരു സന്തോഷമുണ്ടാകണം. ഈ ദിവസത്തിന് എന്തോ മഹത്വമുണ്ട് എന്നവര് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പഴയ കാലത്തെ ഉമ്മമാർ അന്നൊരു പഴംപൊരി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരെ പേരിൽ ഫാത്തിഹ ഓതുന്നു. എന്നിട്ട് മുതിർന്ന ഒരാള് ദുആ ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ മധുരം കൈമാറുന്നു. നമ്മുടെ അയൽവാസിയിലേക്ക് മധുരം കൊടുക്കുന്നു. അവരുണ്ടാക്കിയത് നമ്മുടെ വീട്ടിലേക്കും തരുന്നു. അങ്ങനെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയോ അതോടൊപ്പം തന്നെ നിങ്ങളെ കുടുംബക്കാരുടെ പേരിൽ നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, പിന്നെ വരാനിരിക്കുന്ന മറ്റു മാസങ്ങളിൽ നിങ്ങൾക്ക് അല്ലാഹു തആല വിശാലത ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന് തെളിവുണ്ടോ? മധുരം ഉണ്ടാക്കുന്ന തെളിവുണ്ടോ? അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെ പഴംപൊരി ഉണ്ടാക്കിയൊന്നും പറയില്ല. അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല. പഴംപൊരി ഉണ്ടാക്കാൻ ഹദീസ് ഉണ്ടാവും ഇല്ലേ? മറിച്ച് ഭക്ഷണത്തിൽ വിശാലത ചെയ്യണം. അന്ന് സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരാ, അന്നൊന്നും കൂടെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കണം, മക്കൾക്ക് കൊടുക്കണം, അയൽവാസികളിലേക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി, വരാനിരിക്കുന്ന മറ്റു വർഷങ്ങളിൽ അല്ലാഹു നിങ്ങളെ ഭക്ഷണങ്ങളിൽ വിശാലത നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാദിൽ അഞ്ഞു വിടണ്ട കേട്ടോ, നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കിച്ചോളി. അപ്പോ നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കണം, മക്കൾക്ക് കൊടുക്കണം. ആ ദിവസത്തിന്റെ മഹത്വം അവരറിയണം. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പോകുന്നത് കൊണ്ടാണ് നമ്മളെ കുടുംബത്തിൽ മക്കൾക്ക് മുഹറം അറിയില്ല, സഫർ അറിയുന്നില്ല, അവർക്ക് മഹത്വമായ ദിവസങ്ങളൊന്നും അറിയുന്നില്ല. പഴയ കാലത്ത് ഉമ്മയും വാപ്പയും മരിച്ചാൽ 30ഉം 40ഉം ഒക്കെ വർഷം കഴിഞ്ഞാലും ഒരാണ്ട് കഴിച്ചിരുന്നു. ഇന്ന് 2 വർഷം കഴിഞ്ഞാൽ 3ാമത്തെ വർഷമാകുമ്പോഴേക്ക് ഇക്കൊല്ലം വലുതാക്കണമൊന്നുമില്ല, അങ്ങനെ നമ്മള് പിന്നെ മക്കള് മാത്രം ഒരുമിച്ച് കൂട്ടാം. പിറ്റത്തെ കൊല്ലായാൽ ഓരോരുത്തരും അവനാന്റെ പേരെ തന്നെ കഴിച്ചു, ഓളോളാടെ ഞാൻ ഡാഡി. അങ്ങനെ ആയാൽ അത് കാലക്രമേണ എടുത്തുപോകും. നമ്മളെ ആണ്ട് വരുമ്പോഴേക്ക് ആണ്ട് 3ന്റെ അന്ന് തന്നെ ചൊല്ലാൻ ആളെ കിട്ടൂലേ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ.